ഷാമോന്റെ ജേണൽസ് ഞങ്ങളെ തുറന്ന് കാണിക്കാൻ പോവാണ്. ജേണൽസ് മാത്രം വേറൊന്നും ചോദിക്കരുതേ. ബാക്കിലുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോ ജ്യോതിക മാം. ഭയങ്കര ഷോക്കായി പോയി. കറുത്ത പെണ്ണേ മലരേ, മഞ്ഞ ചേച്ചി ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്തു ഭംഗി നിന്നെ കാണാൻ. മമ്മൂക്കനെ കണ്ടു, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മമ്മൂക്കനെ. ആയിരം പ്രിയ പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജേണൽ ബുക്സ് കാണിച്ചു തരാം. എനിക്ക് 3 ജേണൽ ബുക്സാണ് ഉള്ളത്. 3ലും ഓരോ വർഷത്തെ കുറേ കുറിപ്പുകളാണുള്ളത്. എൻ്റെ മെമ്മറീസ്, എൻ്റെ ട്രഷേഴ്സ്. അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബുക്കിലുള്ളത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജേണൽ വീഡിയോ ഉണ്ടാക്കാൻ എന്നെ ഇൻസ്പയർ ചെയ്ത ആരാന്ന് വെച്ചാൽ, ഏ ജവാനി ഹേ ദീവാനി സിനിമ കണ്ട സമയത്ത് അതിൽ രൺബീറിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ട്രാവൽ ബുക്കുണ്ട്, ഒരു ട്രാവൽ ജേണലുണ്ട്. പുള്ളി പോയ ഓരോ കൺട്രീസിൻ്റെ സാധനങ്ങളും ഫോട്ടോസൊക്കെ ഒട്ടിച്ചൊരു ബുക്ക് ഉണ്ടാവും. അത് നിങ്ങൾ പടം കണ്ട് കഴിഞ്ഞ ഓർമ്മയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആ പടം കണ്ടിട്ട് ഓർമ്മയുള്ള ആ പടം കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ പുള്ളി അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാണ് എനിക്ക് ഇൻസ്പിറേഷൻ വന്നത്. അത് കണ്ട് ഞാൻ ഇൻസ്പയർഡായി, അങ്ങനെ തുടങ്ങിയതാണ്. പണ്ട് ഞാൻ അതുപോലെ നല്ല ചിത്രം വരയ്ക്കുമായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ പിന്നെ മടിയായിട്ട് അങ്ങനെ നിർത്തി. പിന്നെ ഇപ്പോൾ ഞാൻ വരക്കണേനൊക്കെ ഞാൻ പോയ ഓരോരോ മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ഫോണിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആക്കി വെക്കുന്നതിനേക്കാളും ഒരു ബുക്കിൽ അത് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ സാധനം ചെയ്യാൻ തുടങ്ങിയത്. ഇതാണ് എൻ്റെ ലിറ്റിൽ ഔൾ. അപ്പോൾ ലിറ്റിൽ ഔൾ കാണിച്ചു തരാം. ഇതെൻ്റെ കോളേജിലെ ഗ്യാങ്ങാണ്. ഇതും കോളേജിൽ നിന്ന് എടുത്ത മറ്റൊരു ഫോട്ടോ ആണ്. എൻ്റെ ഈ ലിറ്റിൽ ഔളിൽ ഫസ്റ്റ് ഓട്ടോഗ്രാഫ് ചെയ്തൊരു വ്യക്തി എന്ന് പറയുന്നത് സനുഷയാണ്. സനുഷിൻ്റെ നല്ലൊരു സുഹൃത്താണ്. സനുഷ് ഇവിടെ പെരിന്തൽമണ്ണ വന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ അത്. ഇത് മറ്റേ ആ പിണങ്ങല്ലേടാന്ന് പറയില്ലേ, വിശ്വമാധവനിൽ ആ ഒരു സാധനം ചെയ്തതാണ് ഞങ്ങൾ. ഇതായിരുന്നു സനുഷൻ്റെ ഓട്ടോഗ്രാഫ്. എന്തൊക്കെ കാര്യമായിട്ട് എഴുതിക്കണ്. പക്ഷെ അവളുടെ സിഗ്നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കര ക്രിയേറ്റീവായിട്ട് സനുഷിനെ തന്നെ വരച്ചു ക്ലൈമ്. ഇതന്ന് നമ്മളെടുത്ത ഫോട്ടോ. അന്ന് നമ്മളൊരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ മാമ്പഴക്കാലത്തിലൊരു പാട്ടില്ലേ, കൊച്ചു കൊച്ചു പൂവിൻ്റെ ചില്ലു വെച്ച ചിറകിൽ, ആ പാട്ടൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഇത് ഞങ്ങളുടെ കോളേജിലെ ഓണം ആഘോഷത്തിന് എടുത്തതാണ്. അന്ന് എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു, കണ്ട. ഇത് എൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് ഞാൻ മറ്റേ കൺഫ്യൂഷൻ തീർക്കണമേ ആ സോങ് ആ റീല് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തൊരു ഫോട്ടോ അത്. നെക്സ്റ്റ് ഇത് കോളേജിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെയായിരുന്നു എൻ്റെ കോളേജിലെ മെയിൻ ഫ്രണ്ട്സ്. ഇത് പാഷു, അസ്കിൽ പാഷ എന്ന പേര്, ഞാൻ പാഷ എന്ന് വിളിക്കുന്നത്. സാലി, പേര് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇതെൻ്റെ കുണ്ടിപ്രിയ, ഇവളെ ഞാൻ കുണ്ടിപ്രിയ എന്ന് വിളിക്കുക. വിഷ്ണുപ്രിയ എന്നാണ് ശരിക്കുള്ള പേര്. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ബാസിംസ് പ്ലേറ്റിൻ്റെ ഓഫീസിലായിരുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നത്. ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. അപ്പോൾ ബാസിം ഖാൻ്റെ ഓഫീസിലായിരുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. അവിടുത്തെ ഓണപ്പരിപാടിയായിരുന്നു. അന്ന് ബാസിംക്കായിരുന്നു മാവേലി. അങ്ങനെ ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വരച്ചൊരു പിക്ചറാണ്. ഇത് ഞാൻ പാടത്തിരുന്ന സമയത്ത് വരച്ചത്. ഇത് 2022 അതുപോലെ ഇതൊക്കെ കോളേജിലെ സീനിയേഴ്സ് എന്നെക്കുറിച്ച് എഴുതിയ ഓരോ സാധനങ്ങളാണ്. ഇത് പൊന്നിയിൻ സെൽവൻ, ഞാൻ ഭയങ്കര ഫാനായിരുന്നു പൊന്നിയിൻ സെൽവൻ്റെ. ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തോന്നിയ ഒരു വികൃതിയായിരുന്നു. അങ്ങനെ ഞാൻ വരച്ച ഒരു സംഭവമാണിത്. ഇനി പറ, ഞാൻ കൊലകാരനല്ലേ? ഇതേപോലെ ഞാൻ കാർത്തിനെ കണ്ട സമയത്ത് കാർത്തി ഇട്ട ഓട്ടോഗ്രാഫാണിത്.
കാർത്തി കണ്ടോ, ഞാൻ വരച്ച പൊന്നിൻ സെൽവൻ്റെ സാധനമാണ് കാർത്തി കാണുന്നത്. അതായത് ഈ ബുക്കാണ് കാർത്തിയുടെ കയ്യിൽ. പുള്ളിക്കാരൻ അതിങ്ങനെ നോക്കി ഒബ്സർവ് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരുന്നു പുള്ളി. ഇത് അതേപോലെ എൻ്റെ കോളേജിൽ ഞാൻ ചെയ്ത റീൽസിൽ ഏറ്റവും കൂടുതൽ വൈറലായൊരു റീൽസ് ആയിരുന്നു ഇതുപോലെ ഫോണ് വെച്ചിട്ട്. ഇതിനൊക്കെ കറക്റ്റ് ഇപ്പോഴും തോന്നുന്നു എൻ്റെ ചാനലില്ല, അന്ന് എനിക്ക് യൂട്യൂബ് ചാനലില്ല. അപ്പോൾ പല ചാനലുകളിലും ഈ വീഡിയോ ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നത് ഒന്ന് അശോകനും അനുഷ്കയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് പേജ്. ഇത് എനിക്ക് മുടിയുള്ള സമയത്ത് ഞാൻ മുടി കളർ മാറ്റി പച്ച കളർ അടിച്ചിരുന്നു. അതാണ് എൻ്റെ പച്ചമുടി. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഓനും എൻ്റെ മുടിയുടെ കളർ അടിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ മുടിയുടെ ഒരു പോർഷൻ ഓനും വെറുതെ കുണിയാൻ വേണ്ടിയിട്ട് ഓൻ്റെ തലൻ്റെ മേലെ ഇട്ടിരുന്നു. ഇത് കോളേജിലുണ്ടായ പഴക്കൊലയാണ്. അപ്പോൾ എൻ്റെ മുടിക്കും എൻ്റെ ഡ്രസ്സിനും മാച്ച് ആയതുകൊണ്ട് ഞാൻ പിടിച്ച് പച്ചമുടി വിത്ത് പച്ചക്കൊല. ഇത് അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു പോപ്പപ്പ് ഇതാണ്. എൻ്റെ കോളേജ് ഫ്രണ്ട്സാണ്, മൈ ഗുണ്ടി ഗേൾസ്. ഞാൻ ഗുണ്ടികൾ എന്നാണ് വിളിക്കുക. ഗുണ്ടി, ഫുണ്ട അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ചിരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ നേരത്തെ പറഞ്ഞ ഗുണ്ടിപ്രിയ, ഇത് അഭിരാം, ഇത് അഷിത, ഇത് ദിയ, മർജാന, അർത്തന, ബേസിൽ, ഇത് കിങ്കി. അജ്സൽ എന്ന പേര്, ഞാൻ കിങ്കി എന്നാണ് വിളിക്കുക. അങ്ങനെ അതുപോലെ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ അമ്മാനോട് എപ്പോഴും പറയായിരുന്നു അത്ര ഞാൻ വലുതായ ഭാവനെ കല്യാണം കഴിക്കും. എനിക്ക് ഭാവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ. സ്വപ്നക്കൂടൊക്കെ കണ്ടിട്ട് സ്വപ്നക്കൂടിൽ ഭാവന മരിക്കണ ഒരു സീനുണ്ടല്ലോ, അത് ഞാൻ കാണൂല. എനിക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു. ആ പാട്ട് വരുമ്പം മായാ സന്ധ്യ പാട്ട് വരുമ്പോൾ ഞാൻ ഓടും. എനിക്ക് ഭാവന മരിക്കണമെന്ന് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, വലുതായപ്പോൾ ആ ഇഷ്ടം എപ്പോഴും ഉണ്ട്. പക്ഷെ ചേച്ചിയായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയി. എന്തോ ഒരു ആക്സിഡന്റിൽ ഞങ്ങൾ കണ്ടുമുട്ടി. ചേച്ചിയായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഭയങ്കര ക്ലോസ് ആയി. ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ നല്ലൊരു സുഹൃത്താണ് ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ ഒരു സാധനം ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാനാണ് ഈ ഇത്രയും ഇൻട്രോ തന്നത്. ഇത് ചേച്ചിയുടെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ്. ചേച്ചിയുടെ പല ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ചേച്ചി എന്നിട്ട ചേച്ചിയുടെ സിഗ്നേച്ചറാണ്. ലവ് ഓൾവേസ് എന്നൊക്കെ എഴുതിയിട്ട് ചേച്ചിയുടെ സൈൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചേച്ചിയുടെ പല ക്യാരക്ടേഴ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ചോട്ട മുംബൈത്തെ പറക്കും ലത. ഇത് ചേച്ചിയുടെ ഫസ്റ്റ് സിനിമ എന്താ പരിമളം, മറ്റേ എന്തായിരുന്നു നമ്മളത്തെ. അതേപോലെ കുറേ ക്യാരക്ടേഴ്സ് നെയിമൊക്കെ എഴുതിയിലൂടെ ഫിൽ ചെയ്തിട്ടുണ്ട്. മഞ്ജു ചേച്ചി. ഭാവന ചേച്ചിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് മഞ്ജു ചേച്ചി. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെ, ലൈക്ക് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ തന്നെയാണ് ചേച്ചി. അത്രയും കൂളായിട്ടുള്ളൊരു സെലിബ്രേറ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ചേച്ചി. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മെസ്സേജൊക്കെ അയച്ച് റിപ്ലൈ തരും. അത്രയും നല്ലൊരു ബന്ധമാണ്. പാവാണ് ആള്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ചേച്ചി അന്ന് ചേച്ചിയുടെ ഒരു സിഗ്നേച്ചർ അത്. പ്രിയപ്പെട്ട അഖിലിന് എല്ലാ ആശംസകളും സ്നേഹത്തോടെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ട്. ഇത് ജനുവരി 6 ആയിഷ മൂവിയുടെ ഒരു കൊളാബറേഷൻ ഷൂട്ടിന് ഞാൻ ചേച്ചിയുടെ കൂടെ ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് ചേച്ചി ചെയ്ത ഒരു വർക്കാണത്. ഇത് പെട്ടെന്ന് ആ ഷൂട്ട് പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തതാണിത്. എനിക്ക് ഭയങ്കര വൃത്തിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ തട്ടിക്കൂട്ടി ചെയ്ത. പക്ഷെ ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അതുപോലെ എൻ്റെ കുടുംബക്കാരത്തിയായിട്ടുള്ളൊരു നടിയുണ്ട് മലയാള സിനിമയിൽ. ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ തള്ളല്ല, ശരിക്കാണ്. ആരാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആളുടെയാണ് അടുത്ത ഓട്ടോഗ്രാഫ്. വേറെ ആരുമല്ല, അനു സിതാര. അനുയുടെ ഉപ്പ നമ്മുടെ കുടുംബമാണ്. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ അനു ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അനു ചേച്ചിയുടെ അനിയത്തിയുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച സമയത്ത് അനു ചേച്ചിയുടെ അനിയത്തി ഉണ്ട്, അനു സോനാര. അവളായിരുന്നു അതിലൊരു ഹീറോയിൻ. 4 ഹീറോയിൻസ് ഉള്ളൊരു പടം. അതിൽ ഒരു ഹീറോയിൻ അവളായിരുന്നു. അവളും തന്നെ ഒരു പാവം കുട്ടിയാണ്. നന്നായിട്ട് പാട്ട് പാടും. പിന്നെ അനു ചേച്ചിയുടെ ഫാമിലിയാണ് അടിപൊളി. ഉപ്പയും അമ്മയും സെറ്റാ. ഭയങ്കര വൈബാ. എനിക്ക് അനുവിനെയും
അനുവിനെ ഒഴിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളത് അമ്മയായിട്ടാട്ടോ. അമ്മ ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മൾ ലൊക്കേഷനൊക്കെ ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അമ്മ എനിക്ക് ഓരോ കഥ പറഞ്ഞു തരും. അവരുടെ ലവ് സ്റ്റോറി, അവർ സ്ട്രഗിൾ ചെയ്ത അവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. ഭയങ്കര പാവാ. അപ്പോൾ എപ്പോഴേലും ഈ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മമ്മാൻ്റെ കുടുംബമാണ്. അവർ നിലമ്പൂർക്കാരായിരുന്നു അവരുടെ ഉപ്പ. അപ്പം ആ വഴിയാണ് നമ്മൾ ഉമ്മാൻ്റെ കുടുംബം. അപ്പോൾ അനുചേച്ചിയുടെ ഞാൻ അനുചേച്ചി മോമോ ഇൻ ദുബായ് എന്നുള്ളൊരു മൂവിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ കുടുംബം തെളിയിച്ചത്. അപ്പോൾ ചേച്ചിയുടെ ഓട്ടോഗ്രാഫും ചേച്ചിയുടെ സൈനാണിത്. പിന്നെ നമ്മളെ ബേസിലേട്ടൻ്റെ സിമ്പിൾ ഓട്ടോഗ്രാഫാണിത്. പിന്നെ നമ്മളെ നാട്ടിലത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഊട്ടി പോയ ഒരു ജേർണലാണിത്. അന്ന് ഭയങ്കര രസമായിരുന്നു. അന്ന് നമ്മുടെ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ല. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ ജോലി തിരക്കായിട്ട് പല പല സ്ഥലങ്ങളിലാണ്. പക്ഷെ അന്ന് എന്തോ ഭാഗ്യത്തിന് എല്ലാവരും കിട്ടി. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഗ്യാങ്. ഇതിൽ LKG മുതൽ എൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. അതായത് സ്കൂളിൽ ഒരുമിച്ച് പഠിക്കാത്ത ഫ്രണ്ട്സുകളുണ്ട്. ഒക്കെ ഞങ്ങൾ ഒരേ നാട്ടിലെ ഫ്രണ്ട്സാണ്. അങ്ങനത്തെ ഗ്യാങ്ങാണ്. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് പന്നിയിറച്ചി കഴിച്ചതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. രസമായിരുന്നു. ഇറ്റ് വാസ് ഫൺ. അതുപോലെ ഇൻസ്റ്റയിൽ എൻ്റെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നു. സിംഗേഴ്സിൻ്റെ കാലിടിക്കുമ്പോഴുള്ള അവരുടെ സൗണ്ട്. ആ ഒരു റീല് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. ഞാൻ പറയണതല്ല, ആയിരുന്നു. അപ്പോൾ ഈ എൻ്റെ തൊട്ട ബാക്കത്തെ ഈ ബെഞ്ചിൽ ഇരുന്നിട്ടായിരുന്നു ഞാൻ ആ റീലെടുത്തത്. ആ ഒരു മേശ ഉണ്ടോ, അതിൽ കാലിടിച്ചിട്ടായിരുന്നു ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ട ഒരു ഷോ ആയിരിക്കും ഐഡിയ സ്റ്റാർ സിംഗർ. അന്ന് ഐഡിയ സ്റ്റാർ സിംഗർ ആയിരുന്നു. ഇപ്പോൾ സ്റ്റാർ സിംഗർ വേറെ എന്തൊക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് നമുക്ക് പാടാനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഞാനൊന്നും ആ സ്റ്റേജിൻ്റെ 7 അയലത്ത് പോലും എത്തൂല എന്ന് വിചാരിച്ച ഒരാളായിരുന്നു. പക്ഷേ ആ ഒരു റീല് കാരണം അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു. എനിക്ക് ആ സ്റ്റേജിൽ കയറാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിലേറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ചിത്ര ചേച്ചിയെ കാണാൻ പറ്റി, സിത്തുവിനെ കാണാൻ പറ്റി, അതേപോലെ വിധു അണ്ണൻ അവരൊക്കെ കാണാൻ പറ്റി. പിന്നെ ആ സ്റ്റേജിൽ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നണേ. അപ്പം അന്ന് അവർ ചെയ്ത കുറച്ച് ഓട്ടോഗ്രാഫ്സ് ഉണ്ട്. അതിൽ ഞാൻ കാണിച്ചു തരാം. ഇതന്ന് സിത്തു ചെയ്ത ഓട്ടോഗ്രാഫാണ്. ഡിയർ ഷാ, ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവർ കണ്ടന്റ്സ് ഒക്കെ. ഇത് വായിച്ചപ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞു പോയിട്ടോ. ഞാൻ അവരൊക്കെ നമ്മുടെ കണ്ടന്റിന്റെ ഫാനാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ ഈ ബുക്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് പേജാണ് ചിത്ര ചേച്ചിയുടെ സിഗ്നേച്ചറുള്ള ഈ പേജ്. എന്താ പറയുക, നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം ചിത്ര ചേച്ചിയുടെ. ചേച്ചിയുടെ വലിയൊരു പെന്നുണ്ട്. ആ പേന വെച്ചിട്ടാണ് ചേച്ചി ഒരു സൈൻ ഇട്ടത്. അന്ന് ചേച്ചി ഇതേപോലെ എന്നോട് പറഞ്ഞു, വീഡിയോ കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിനെ കാണുന്നത്. ചേച്ചിയുടെ ലൈവ് ഷോക്കും പരിപാടിക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ചേച്ചിയുടെ പാട്ടിൻ്റെ ഭയങ്കര ഫാനാണ്. എപ്പോഴും ചേച്ചിയുടെ പാട്ടൊക്കെ സൂര്യ മ്യൂസിക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണും. അത്ര ഇഷ്ടമാണ്. അപ്പം അതുപോലത്തെ ഒരാൾ ഇതിൽ സൈൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഡാഡി ഇത് അതേപോലെ വിധുവണ്ണൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. അന്ന് അതേപോലെ സ്റ്റാർ സിംഗറിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഭാവനേച്ചി ക്രൗൺ പ്ലാസയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിനെ കാണാൻ വേണ്ടി പോയതാ. ക്രൗൺ പ്ലാസയിൽ പോയ സമയത്ത് ആക്സിഡന്റലി കണ്ട ഒരാളാണ് സുജാത ചേച്ചി. ചേച്ചിനെ ഞാൻ ആ വീഡിയോയിൽ ട്രോളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇതേപോലെ തന്നെ കണ്ടപ്പോൾ ചേച്ചിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ പ്രണവേട്ടൻ ഉണ്ടായിരുന്നു. പ്രണവേട്ടൻ ആണ് ചേച്ചിയായിട്ട് ഭയങ്കര കോണ്ടാക്ട് ഉള്ളത്. അപ്പോൾ പ്രണവേട്ടൻ ചേച്ചിനോട് പറഞ്ഞു, ഇവനെ ഏതാ മനസ്സിലായോ, ചേച്ചിനെ ട്രോളിയിട്ട് മുങ്ങിയ ആളാണ്, ഇപ്പൊ കൈയോടെ പിടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വീഡിയോ കാണിച്ചെടുത്തപ്പോൾ ചേച്ചി പുതിയ റീലിനെ കുറിച്ച് അയ്യോ അത് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു 50 പേർക്ക് ഞാൻ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത്ര ഇഷ്ടം എനിക്ക്. എന്നിട്ട് അതിൽ കുറെ പേര് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടാവൂല, കളിയാക്കുന്ന പോലെ ആവുന്നൊക്കെ വിചാരിച്ചു. അതതിന്റെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണ്ടേ. അതിന് എന്ത് ക്രിയേറ്റീവായിരിക്കണം ഇയാളെ. ഞാൻ സമ്മതിച്ചോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലേ അല്ലായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിച്ചു. എന്നിട്ട് പക്ഷെ ചേച്ചിനെ ഞാൻ കാണുന്നൊട്ടും പ്രതീക്ഷിക്കാണ്ട് പോയതുകൊണ്ട് ചേച്ചിയുടെ എനിക്കൊന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ പിക്ചർ വെച്ചിട്ട് ബാക്കി എല്ലാവരും ചെയ്ത പോലെ ചേച്ചിയുടെ പിക്ചർ വെച്ചിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എംപ്റ്റി പേജായിരുന്നു. പക്ഷേ ഈ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി എഴുതിയ
വലിയൊരു വരികളാണിത്. ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ലവ് ദ റീൽ യു ഡിഡ് അബൌട്ട് ദ സിംഗേഴ്സ് ഗെറ്റിംഗ് സിക്ക്, അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. അടിപൊളിയാണ്, ഷാമോൻ കെട്ട ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കുരങ്ങനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ചേച്ചി ഭയങ്കര എന്താ പറയുക, നമ്മൾ പ്രോഗ്രാമിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ആ വോയിസും അതേപോലെ ഭയങ്കര കുട്ടിത്തം നിറഞ്ഞൊരു ക്യാരക്ടറായിട്ട് തോന്നി എനിക്ക് സുജാത ചേച്ചീനെ. എനിക്ക് അതേപോലെ എൻ്റെ ലൈഫിൽ ക്രഷ് തോന്നിയ 2 സെലിബ്രിറ്റീസ്, ഒന്ന് മനീഷ കൊയ്രാളി, ഒന്ന് ജ്യോതികയാണ്. ഏറ്റവും ഇഷ്ടം മനീഷ കൊയ്രാളിയാണ്, പക്ഷെ രണ്ടാമത് ഇഷ്ടം ജ്യോതികനെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാതൽ മൂവിയുടെ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ടീംസിനോടൊക്കെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് എങ്ങനെയും ജ്യോതികനെ കാണണോ, ഞാൻ എങ്ങനെയും അങ്ങോട്ട് വരട്ടെ, എങ്ങനെയും കാണാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവർ നോക്കാന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ വല്ലാണ്ട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യാണ്ട്, അങ്ങനെ അതായത് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് കാര്യമാക്കിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഇതേപോലെ അതിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ടാഗ് തരാം, മീഡിയൻ്റെ ടാഗ് തരാം, ഞങ്ങളുടെ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി. അങ്ങനെ പോയിട്ട് ജ്യോതികനെ കാണാൻ പറ്റി. അത് ഭയങ്കര ഹാപ്പിയായി ഞാൻ. അങ്ങനെ ചേച്ചി ഇതിൽ സൈൻ ചെയ്തൊരു പേജ് ഉണ്ട്, അതും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേജാണ്. അത് ഞാൻ കാണിച്ചത്. ഇതാണ് ആ പേജ്. ഞാനിങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചേച്ചിനെ കാണാൻ പോയത്. പുള്ളിക്കാരത്തേക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരത്തി ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളായിരുന്നു. എന്നിട്ട് ഞാനൊരു പോർട്രേറ്റ് വരച്ചിരുന്നു. സൂര്യയും ജ്യോതിക്ക് നിൽക്കുന്ന ഒരു പോർട്രേറ്റ് വരച്ചു കൊടുത്തു. കുറേ സമയമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, കാരണം ആൾക്ക് വേറെ എന്തോ പ്രസ് മീറ്റ് എന്തോ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പോയി അവർ. മമ്മൂക്ക ഉണ്ടായിരുന്നു. മമ്മൂക്കനെ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് എടുത്തൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ ചേച്ചിനെ കണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആ ഉള്ള സമയം അടിപൊളിയായി. അങ്ങനെ എൻ്റെ ജേണൽ ബുക്സ് നോക്കാൻ 2 ആൾ ഇവിടെ വന്നിട്ടുണ്ട്. കുത്തിരുന്ന് നോക്കണ്ടായിട്ടുകൾ. ഇഷ്ടപ്പെട്ടാ? പറ. ഇത് ചാക്കോച്ചൻ്റെ ഓട്ടോഗ്രാഫാണ്. ചാക്കോച്ചൻ നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഒരു ഇനാഗ്രേഷൻ വന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരനെ പോയി കണ്ടിരുന്നു. ആ സമയത്ത് തന്നൊരു ഓട്ടോഗ്രാഫാണ്. ഞാൻ മന്ദാകിനി എന്ന് പറഞ്ഞൊരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയായിരുന്നു. അപ്പോൾ അവിടെ ആ മൂവിയിലുള്ള ആൾക്കാരാണ് ഇതെല്ലാം. ഇത് ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ വിനോദേട്ടൻ. ഇത് പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊടുന്നത്. ഷിജു ഏട്ടൻ ഞങ്ങളുടെ DOP. പിന്നെ നമ്മുടെ സിനിമയിലെ അനാർക്കലിയും അൽത്താഫും ആയിരുന്നു മെയിൻ ലീഡ്സ്. അപ്പോൾ അവരുടെ 2 പേരുടെയും സിഗ്നേച്ചർ. ആ സിനിമയത്തെ ക്യാരക്ടറായിരുന്നു ആരോമളും അമ്പിളിയും. ആ പടം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിലവരുടെ കല്യാണമായിരുന്നു മെയിൻ തീം ആ മൂവിയിൽ. അപ്പോൾ ആ മൂവിയിൽ എനിക്ക് ചെറിയൊരു ക്യാരക്ടറുണ്ട്, സനു എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അങ്ങനെ ഇത് അഖിലും ഉണ്ടായിരുന്നു പടത്തിൽ. നല്ലൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ഞങ്ങളുടെയൊക്കെ ഇതേപോലെ ജിയോ ചേട്ടൻ എഴുതിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടറാണ് ജിയോ ബേബി. പുള്ളിയുടെ കാതലും അതേപോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. അപ്പോൾ പുള്ളി ഇതേപോലെ ഒരു എസ്സേ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചുണ്ടുകളാണ്. ആ വൃത്തികെട്ട ചുണ്ടുകൾ കാണുമ്പോൾ തന്നെ അങ്ങ് മനസ്സിലാവുന്നുണ്ടാവും. ഓരോ ആൾക്കാരെ ചുണ്ടിൽ ഓരോ കളറ് ചായം തേച്ച് ഇതിൽ ഉമ്മ വെപ്പിച്ചതാ ഓർമ്മക്കായി. ഇത് നമ്മുടെ സ്വാമി ബ്രോവും ശരണ്യ ചേച്ചിയും. സ്വാമി ബ്രോ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. ഞാൻ തിരുവനന്തപുരം പോണ സമയത്തൊക്കെ അവരുടെ വീട്ടിൽ പോവാറുണ്ട്. അപ്പം അതുപോലെ അന്ന് ഒരിക്കൽ വീട്ടിൽ പോയ സമയത്ത് ചേച്ചിയും ചേട്ടനും ചെയ്ത ഓട്ടോഗ്രാഫാണിത്. സ്വാമി ബ്രോ അതുപോലെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അതിലെന്നെ കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ നടക്കാണ്ട് പോയി. പക്ഷെ എന്നാലും പുള്ളി ഇതിൽ എഴുതിയിട്ടുണ്ട്, നമ്മളെന്തെങ്കിലും പടം ചെയ്യുമ്പോൾ ഒരുമിച്ചായിരിക്കും എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ. ഇതേപോലെ എനിക്കിഷ്ടമുള്ളൊരു നടനാണ് റോഷൻ മാത്യുവിൻ്റെ ഓട്ടോഗ്രാഫാണ്. ഉമ്മച്ചിക്കൊരു ഉമ്മ എന്നതിൽ എഴുതിയത് ഞാനന്ന് ഇവരുടെ മുമ്പിൽ ഉമ്മച്ചി ക്യാരക്ടറാണ് ചെയ്തത്. ആയിഷുമ എന്നായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇവരുടെ മുന്നിൽ ഇവരുടെ മൂവി പാരഡൈസിൻ്റെ പ്രൊമോഷൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മച്ചിക്കൊരു ഉമ്മ എന്ന് എഴുതിക്കണത്, അല്ലാണ്ട് എൻ്റെ ഉമ്മക്കല്ല. പിന്നെ മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രൊമോഷന് പോയ സമയത്ത് നിവിൻ ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫാണിത്. പുള്ളിയുടെ ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പോലെയൊക്കെ വലിയൊരു സൈനൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ ഫിലിം ഫീൽഡിൽ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് മന്നേച്ചി. എനിക്ക് ശരിക്കും എൻ്റെ സിസ്റ്ററിനെ പോലെയാണ്. അപ്പോൾ ചേച്ചി ഇതേപോലെ നാട്ടിൽ വരുന്ന സമയത്ത് എന്നെ വിളിക്കും. അവരിപ്പോൾ ന്യൂയോർക്കിൽ സെറ്റിൽഡാണ്. അപ്പോൾ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ ചേച്ചിയുടെ അവിടെ പോയി
എനിക്കൊരു ഗിഫ്റ്റ് ടീഷർട്ട് അതുപോലെ ഒരു സ്പ്രേ ഒക്കെ തന്ന്. ആ സ്പ്രേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിക്കുക. ചേച്ചി ആദ്യമായിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റ് അത്, അപ്പോൾ അത് അത്രയും പ്രീഷ്യസ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിക്കുക. അപ്പോൾ ചേച്ചിയുടെ ഒരു ഓട്ടോഗ്രാഫ് ഉണ്ട്, അതാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കമലക്കുട്ടി. മന്യേച്ചിയുടെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഒന്ന് ജോക്കറും ഒന്ന് അപരിചിതനുമാണ്. കൂടുതൽ ഇഷ്ടം അപരിചിതനല്ല, ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ സ്വപ്നക്കൂടുത്ത കുർജിത്തും ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് പരിചയപ്പെട്ടത്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഫാമിലി, എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ്, ഭയങ്കര ക്ലോസ് ആണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത്രയും നല്ലൊരു സിസ്റ്റർ ബ്രദർ ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ചേച്ചീനെ ഞാൻ മണിക്കുട്ടി എന്നാണ് വിളിക്കുക. ചേച്ചി ചേച്ചി ഇതുപോലെ ഒരു എസ് എഴുതിയിട്ടുണ്ട്. അന്ന് ബാംഗ്ലൂർ പോയ സമയത്ത് ചേച്ചി എഴുതിയതാണ്. അന്ന് ഇതുപോലെ ഞാൻ ചേച്ചിയുടെ കൂടെ എന്തു ഭംഗി നിന്നെ കാണാൻ ആ സോങ്ങൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലിറ്റിൽ ലെവൽ എന്ന് പറഞ്ഞുള്ള ബുക്കിൽ. ഇനി നമുക്ക് അടുത്ത ജേണൽ നോക്കാം. ഇതേപോലെ ഞാൻ ഇവിടുത്തെ എജുമാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ബുക്കാണ്. ഇത് കൊള്ളാം, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള പേജസ് ആണ്. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ജേണലിലാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ മെമ്മറീസ് ഉള്ളത്. ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയത് മലേഷ്യയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഓർമ്മകളാണ് ഇത്. അവിടുത്തെ അന്ന് പോയ ബോർഡിംഗ് പാസ്, മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. അബിയായിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അബി മുരളി. ഇത് മലേഷ്യത്തെ റിങ്കറ്റാണ്, 1 റിങ്കറ്റ്. ഈ പുള്ളിക്കാരനായിരുന്നു നമ്മുടെ ഡ്രൈവർ അന്നത്തെ. പുള്ളിയുടെ പേരായിരുന്നു കോമഡി, കായ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ ഞാൻ എപ്പോഴും കളിയാക്കുമായിരുന്നു കായ് പോളാന്നൊക്കെ വിളിച്ചിട്ട്. പിന്നെ ഇതായിരുന്നു അന്നത്തെ ഗ്യാങ്. ഇതിൽ കുറേ പേര് അന്ന് അവിടുന്ന് പരിചയപ്പെട്ട കേട്ടോ. ഇതായിരുന്നു നമ്മുടെ അന്നത്തെ സ്റ്റേക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്തത്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ അത് ട്വിൻ ടവറൊക്കെ കാണാൻ പറ്റും. അന്നത്തെ കുറേ മെമ്മറീസിനായത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നിഹല. ഇതൊക്കെ മലേഷ്യൻ മെമ്മറികളാണ്. ഇത് വായിക്കാൻ നിന്നാൽ കുറേ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചോടിച്ച് പോവാം. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഓൻ്റെ ഫിംഗർ പ്രിൻ്റാണത്. ഇത് അതേപോലെ എൻ്റെ ഫ്രണ്ട് അനിരുദ്ധിൻ്റെ അച്ഛനും അമ്മയും തന്ന വിഷുക്കൈ നീട്ടാ. എനിക്ക് ഫസ്റ്റ് കിട്ടിയ വിഷുക്കൈ നീട്ടാ. അപ്പോൾ ഞാനത് ഇതിൽ ഒട്ടിച്ചു വെച്ച്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനീഷ കൊയ്രാളിനെ കാണാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ ചെയ്തു വെച്ചൊരു പേജാണിത്. എത്രയോ നടക്കാത്ത പോയ മനോഹരമായ സ്വപ്നല്ലേ. അതേപോലെ എന്തെങ്കിലും മനീഷ കൊയ്രാളിനെ നേരിട്ട് കാണുമ്പോൾ കൊയ്രാളൻ്റെ മുന്നിൽ കുരുക്ക് സിരുത്തവളെ എന്നെ കുങ്കുമത്തെ കടച്ചവളെ നെഞ്ചിൽ മഞ്ചൽ തേച്ച് കുളിക്കൈ എന്നെ കൊഞ്ചം പൂസ് തായേ എന്ന് പറഞ്ഞ് 4 സ്റ്റെപ്പ് കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹം എനിക്കുള്ളൂ. പിന്നെ നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ടൊരു പേജ് ഉണ്ട് ഇതിൽ. അതാണ് നമ്മുടെ ഗേളിയുടെ പേജ്, നദിയ മെയ്തൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയായിരുന്നു. അപ്പോൾ നടിയായിരുന്നു എന്നല്ല, ആണ് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഓട്ടോഗ്രാഫാണിത്. ഇത് ചേച്ചി കോഴിക്കോട് വന്ന സമയത്ത് നമ്മളവിടെ പോയിട്ട് കണ്ടിട്ട് മീറ്റ് ചെയ്തപ്പോൾ അങ്ങനെ തന്നൊരു ഓട്ടോഗ്രാഫാണ്. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം, ചേച്ചിയുടെ മൂവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നോക്കത്താ ദൂരത്ത് കണ്ടുനിന്നിട്ടാണ്. ഗേളിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അന്നൊന്നും നീ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊച്ചാക്കി കളഞ്ഞു. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ്. സ്റ്റിൽ ഐ ലവ് ഹെർ. ഇതേപോലെ പഴയ ശ്യാമോനാണ്. എൻ്റെ സ്കൂൾ മെമ്മറീസ്, അതേപോലെ എൻ്റെ കുട്ടിക്കാലത്തെ കോപ്രായങ്ങളൊക്കെ ഇതിൽ കാണാം. ഇത് ഞാൻ ഫാൻസി ഡ്രസ്സിന് കൂടിയത് 2ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് തോന്നണം. ഇതിൻ്റെ കസിന്, ഇതൊക്കെ കസിൻസാണ്. ഇതിൻ്റെ ട്യൂഷൻ ഫ്രണ്ട്സ്. അന്നിൻ്റെ റോൾ നമ്പർ 2 ആയിരുന്നു, റോൾ നമ്പർ 2 അഖിൽ ഷാ. ഈ ഒരു ജേണൽ ബുക്കിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പബ്ലിക് ആക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ജേണലിലേക്ക് പോവാം. ഇതാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന ജേണൽ, എൻ്റെ ക്ലാബ് ബോർഡ്. ഞാനിപ്പോൾ 3ാമതായിട്ടൊരു മൂവി ചെയ്തു. അതാണ് മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി. അപ്പോൾ മൂവി റിലീസ് ഉടനെ ഉണ്ടാവും. അപ്പോൾ ആ മൂവിയുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ മഹാരാജ ഹോസ്റ്റലിൻ്റെ ടൈറ്റിലൊക്കെ. ഇതൊക്കെ അവിടെ ലൊക്കേഷനിൽ നടന്ന കുറേ ഫൺ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ കുറിപ്പുകളായിട്ട് എഴുതി വെച്ചതാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ, പുള്ളിയാണ് ഞങ്ങളുടെ മൂവിയുടെ ഡയറക്ടർ. എനിക്ക് ലൊക്കേഷനിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവിടുത്തെ കഞ്ഞിയായിരുന്നു. വൈകുന്നേരം കിട്ടുന്നൊരു കഞ്ഞി, ചമ്മന്തി, ചിക്കൻ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉപ്പേരിയൊക്കെ വെച്ചിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ലൊക്കേഷൻ കഞ്ഞിക്ക്. ഇതായിരുന്നു സിനിമയിലെ എൻ്റെ
അച്ഛനും അമ്മയും. കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടോളി. ഇതാണ് എൻ്റെ ദുബായ് പേജ്. ഇത് അന്നത്തെ ബോർഡിംഗ് പാസ്സാണ്. 28F ആയിരുന്നു എൻ്റെ സീറ്റ് നമ്പർ. ഞാൻ ഫ്ലൈറ്റിലിരിക്കുന്ന ഫോട്ടോ, അന്നത്തെ ഫുഡ്, ഫ്ലൈറ്റിലെ ഫുഡ്. മെയ് 30 ഞാൻ പോയേ. അതാ ഡേറ്റ് കറക്റ്റ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവിടെ പോയി കണ്ട് സർപ്രൈസ് ആയിട്ടുള്ള ഫോട്ടോ, അതോ ഞെട്ടിയിട്ടുള്ള ഫോട്ടോ. അങ്ങനെ ഇതെൻ്റെ ബിംബിയായിരുന്നു അതെൻ്റെ മെയിൻ ഹെൽപ്പ് ചെയ്തത്, എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബ്ദു. അപ്പോൾ ഇവളായിരുന്നു അന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നെ. ഇത് അവിടുത്തെ പൈസ. ദെൻ ഇത് നമ്മൾ ബുർജ് അൽ അറബിൽ പോയത്, ഇത് അവിടുത്തെ ടിക്കറ്റാട്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ദുബായിത്തെ പെരുന്നാൾ, മാമൻ്റെ അവിടെ റാസൽ കൈമേൽ പെരുന്നാൾ കൂടി. ഇതാണ് എൻ്റെ മാമൻ. അപ്പോൾ മാമൻ്റെ അവിടെയായിരുന്നു നമ്മൾ പെരുന്നാൾ കൂടിയിരുന്ന റാസൽ കൈമേൽ. അപ്പോൾ അതിൻ്റെ അന്നത്തെ കുറച്ച് ഫോട്ടോസാണിത്. പിന്നെ ഇത് ബിംബിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു കുറിപ്പ് എഴുതിയതാ. ബിംബി അതേപോലെ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ബിംബി. ഇത് പിന്നെ മഹാരാജ ഹോസ്റ്റൽ ഷൂട്ട് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹൈദരാബാദ് പോയപ്പോൾ ഉള്ളതാണ്. ഫ്ലൈറ്റിലായിരുന്നു പോയത്. അതിൻ്റെ ബോർഡിംഗ് പാസ്, അവിടുന്ന് നമ്മൾ പോയ സ്ഥലങ്ങളും ഇതൊക്കെയാണ്. ഞാൻ എവിടെ പോയാലും ഇതുപോലത്തെ ഒരു സുവനീർ വാങ്ങിക്കും, ഇങ്ങനത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒട്ടിക്കാൻ ഓർമ്മക്കായി. ഇതൊക്കെ അന്ന് ഹൈദരാബാദിലെ വിശേഷം. ഇതെനിക്ക് ഹൈദരാബാദിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ്, ശ്രീവള്ളി എന്ന് പറഞ്ഞിട്ട്. ഒരു പാവം കൊച്ചാ. നമ്മുടെ കൊറിയോഗ്രാഫറിൻ്റെ ഡാൻസ് സ്കൂളിലാണ് ഈ കുട്ടി വർക്ക് ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള പരിചയമാണ്. അവളെ കൊണ്ട് ഞാൻ മലയാളം പാട്ടൊക്കെ പാടിപ്പിക്കുന്നൊക്കെ വ്ളോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിലിട്ടിരുന്നു, യൂട്യൂബിലിട്ടിരുന്നു. നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ഇത് അനുപമയുടെ ഒരു സിഗ്നേച്ചറാണ്. അനുപമ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരുടെ മൂവിയുടെ പ്രൊമോഷന് പോയ സമയത്താണ് മീറ്റ് ചെയ്യുന്നത്. ഒരു മഞ്ഞക്കുലിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലതായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു അവരുടെയൊക്കെ. പിന്നെ ദർശനി ഞാൻ ഓൾറെഡി ഫ്രണ്ട്സാണ്. ദർശനെ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്, ഭയങ്കര ക്ലോസ് ആണ്. ദർശനി പറഞ്ഞ പോലെ ദർശനയുടെ കൂടെ 2ാമത്തെ പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്യുന്നത്. അടിപൊളിയാണ് ആള്, സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ്, ഭയങ്കര കൂളാണ്. ഇതേപോലെ എൻ്റെ കോളേജ് മേറ്റിൻ്റെ കല്യാണം, നിഷ്മയുടെ കല്യാണം. അന്ന് ഇതേപോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒന്ന് കൂടിയതാ. ഇതൊക്കെ അന്നത്തെ കല്യാണ ഫോട്ടോസാണ്. ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റ മൈൻഡിൽ നേരെ കണ്ണൂർ പോയി. ആ കണ്ണൂർ പോയ വിശേഷങ്ങളാണ് ഇതിലെഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാനും ആശും കൂടെ തായ്ലാൻഡ് പോയത്. തായ്ലാൻഡിൽ ഫുക്കറ്റിലാണ് നമ്മൾ പോയത്. അതിൻ്റെ ബോർഡിംഗ് പാസും അതിൻ്റെ കുറച്ച് മെമ്മറീസും ഒക്കെ ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ബോൾ തായ്ലാൻഡ് ട്രിപ്പിൻ്റെ ഇതായിരുന്നു നമ്മുടെ അവിടുത്തെ ഒരു ഗൈഡ്, നൈറ്റ് ഗൈഡായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, ആൾ ഭയങ്കര കോമഡി ആയിരുന്നു. അങ്ങനെ തായ്ലാൻഡിൽ നിന്ന് ഇതേപോലെ എനിക്ക് കുറേ മലയാളി കപ്പിളിനെ കിട്ടി. നമ്മുടെ ഹോട്ടലിൽ സെയിം പാക്കേജിൽ വന്ന കുറച്ച് കപ്പിളുണ്ടായിരുന്നു. അവരാണിത്. ഇതൊക്കെ അവരുടെ കൂടെ ഭയങ്കര വൈബായിരുന്നു. നമ്മളിതുപോലെ ഫസ്റ്റ് ടൈം പരിചയപ്പെടാൻ തോന്നുകയല്ല, ഭയങ്കര ചില്ലായിട്ട് ഫുൾ അടിച്ചു പൊളിച്ചു നമ്മൾ. ഇതുപോലെ തായ് ബാത്ത്, അവിടുത്തെ 20 രൂപ. ഇത് ഞാൻ അന്ന് അവിടെ യൂസ് ചെയ്യുന്ന സിമ്മ്, തായ്ലാൻഡിൽ യൂസ് ചെയ്യുന്ന സിമ്മായിരുന്നു. ഇതായിരുന്നു അന്ന് എൻ്റെ മൊബൈൽ നമ്പർ തായ്ലാൻഡത്തെ. ഇപ്പം എനിക്ക് കാര്യം വിളിച്ചോ കണ്ട കിട്ടൂല. അങ്ങനെയൊക്കെ. ഇതേപോലെ ഇപ്രാവശ്യത്തെ എൻ്റെ കണ്ണൂരിലെ ഓണം. ഇത് ഞാൻ ജേണലിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് എല്ലാവരും പറഞ്ഞ ഒരു ലോങ് വീഡിയോ വേണമെന്ന്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഈ ബുക്കിലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ഇനി കുറേ പേജസ് ബാക്കി കിടക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈവറ്റായി തന്നെ നിന്നോട്ടെ അല്ലേ, അത് നമ്മൾ പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജേണൽ ബുക്സിൽ. ഇനി ഇതുപോലെ കുറേ ട്രിപ്പ് പോകുമ്പോൾ കുറേ വിശേഷങ്ങൾ വരുമ്പോൾ ഞാനിതിൽ കുറിച്ച് വെക്കും. അപ്പോൾ നല്ല പേജസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റട്ടെ, അവരുടെയൊക്കെ ഓട്ടോഗ്രാഫ് കളക്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജേണൽ ബുക്സ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.